നിങ്ങളിപ്പോൾ കണ്ട ഈ വണ്ടർ ബോഡി ഇങ്ങനെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരാഴ്ച മുമ്പ് ദോസ്ത് സ്മാർട്ടിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വീഡിയോ ഇട്ടത് ഈ വണ്ടി ബോഡി വർക്കിനായി വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു വണ്ടി ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് വണ്ടി വീഡിയോ ഇടാമെന്ന്. ഈ വീഡിയോയിൽ വണ്ടിക്ക് എത്ര ക്യാഷ് ചിലവായി, എന്ത് ടൈപ്പ് എങ്ങനത്തെയൊക്കെയാണ് വർക്ക് എടുത്തുന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുമ്പോൾ കാരിയർ ചെയ്തിട്ടുണ്ട്. സാധാ ടൈപ്പ് കാരിയറാണ് ചെയ്തിരിക്കുന്നത്. ഓവർ വർക്കുള്ള കാരിയർ ഒന്നുമല്ല. സാധാരണ ഒരു അധികം അലങ്കോല പണികളൊന്നും ചെയ്തിട്ടില്ല. അതിൽ നമ്മുടെ ആവശ്യം നടക്കും, അത്ര തന്നെ ഉള്ളൂ. ഇനി നമുക്ക് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ ഡീസൽ ടാങ്കിൻ്റെ അവിടെ ചെറിയ ഗ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ടാങ്കിന് പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഒരു സ്റ്റെപ്പ് പോലെ എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനും എടുക്കാനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കുക. പിന്നെ ഗ്രില്ല് വർക്ക് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ റൗണ്ട് പൈപ്പും ഉള്ളിൽ സ്ക്വയറായിട്ടുള്ള പൈപ്പാണ് വെച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 20 അടി ഹൈറ്റിലാണ് ബോഡി ചെയ്തിരിക്കുന്നത്. കാരണം പച്ചക്കറിക്കുള്ള ഓട്ടമായതുകൊണ്ട് എപ്പോഴും കയറ് കെട്ട് അയക്കാൻ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ബാക്കിൽ നിന്ന് ലോഡ് ഓർഡർ അനുസരിച്ച് കയറ്റിയിട്ട് ആദ്യം ഉള്ള ഷോപ്പിലേക്കുള്ള ലോഡ് ലെവൽ വെച്ച് വന്നാൽ മതിയല്ലോ. പിന്നെ ഇതാണ് വണ്ടിയുടെ ബാക്കിലത്തെ ലുക്ക് വരുന്നത്. വണ്ടിയുടെ ഉള്ളിലത്തെ ബോക്സിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? പരമാവധി വെൽഡിങ് ഒഴിവാക്കിയിട്ട് ഷീറ്റ് വളച്ചിട്ടാണ് ബോഡി ചെയ്തിരിക്കുന്നത്. വീണ്ടും ബാക്കിലേക്ക് വരുമ്പോൾ ഒരു സ്ക്വയർ ടൈപ്പ് ബമ്പറാണ് ചെയ്തിരിക്കുന്നത്. ചിലവരൊക്കെ ബോഡി കിട്ടുമ്പോൾ ഇവിടെ ഷീറ്റൊക്കെ അടിച്ചിട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പരമാവധി കോസ്റ്റ് കുറച്ചിട്ടുള്ള വർക്കാണ് ചെയ്തത്. ഇതൊക്കെ ഒരു എക്സ്ട്രാ നമുക്ക് ചെയ്ത് തന്നതാണ്. ഈ സ്റ്റോപ്പ് ബോർഡും പിന്നെ ഈ ബമ്പറത്തെ കളറിങ്ങും ബാക്ക് ഡോറത്തെ അശോകയിലെന്നുള്ള കളറിങ്ങൊക്കെ അവർ എക്സ്ട്രാ ചെയ്ത് തന്നത് തന്നെയാണ്. പിന്നെ വേറെ വർക്ക് ചെയ്തത് നമ്മൾ ബാക്കിലെ ഡോറ് പകുതി തുറന്ന് വയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ തകരാണ് ഈ വെച്ചിരിക്കുന്നത്. ഇത് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അങ്ങനെ പുതുമുള്ള വർക്കൊന്നും അല്ലത്, എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഈ രണ്ട് സൈഡത്തെയും കുറ്റി അഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഈ സൈഡും ചെയ്യുക. അത് ഓൾറെഡി അഴിച്ചിട്ടതാണ്. ഇപ്പോൾ വർക്കിന് വണ്ടി ആയതുകൊണ്ട് ഡോറൊക്കെ തുറന്നൊന്ന് സ്മൂത്ത് ആവാണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു പോരായ്മ ഉണ്ടായിരിക്കും. ഡോർ തുറന്നിട്ട് ജസ്റ്റ് ഈ കമ്പിത് ഇങ്ങനെ ലോക്ക് ചെയ്ത് വയ്ക്കുക. ലോക്ക് ചെയ്തിട്ട് ഈ കൊളുത്തിട്ട് കൊടുത്താൽ അത് അവിടെ സെറ്റായിരുന്നോളും. അതുപോലെ തന്നെ ഈ സൈഡിലും ചെയ്യുക. ജസ്റ്റ് ഒന്നുകൊണ്ട് ആ കുറ്റിയിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് ആ കൊടുത്തിട്ട അത് അങ്ങനെ ലോക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതാണ് വണ്ടിയുടെ അവസ്ഥ. നമുക്ക് ഇങ്ങനെ 3 രീതിയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള 3 ഹോൾസ് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ കാര്യമായിട്ട് വർക്കൊന്നും ഇല്ല. ജസ്റ്റ് ഒരു ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അത്ര തന്നെ ഈ സൈഡിലുള്ളൂ. പിന്നെ ഞങ്ങൾ എടുക്കുന്ന ലോഡിൽ ചീര ഉള്ളതുകൊണ്ട് ചീരവെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അകത്തൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര തന്നെ വണ്ടിയുടെ വർക്കിനെ പറ്റി പറയാമല്ലോ. ഇനി നമുക്ക് ഇതിന് എത്ര ചിലവായി, എത്ര kg ഷീറ്റാണ് എന്നതിനെ പറ്റി നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇട്ട ഷീറ്റ് 14 kg ഷീറ്റാണ്. 16 kgയുടെ പൈപ്പും ആണ് ചെയ്യാൻ പറഞ്ഞത്. ഇത് നമ്മൾ മൊത്തത്തിൽ വർക്ക് കൊടുക്കുക ചെയ്തത്. നമ്മൾ സാധനം എടുത്തിട്ട് കൊടുക്കില്ല.
അവരുടെ സാധനം എടുത്തിട്ട് അവരുടെ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് വണ്ടി കൊടുത്തത്. ഏകദേശം 8 ദിവസത്തോളം വണ്ടി കൈ കിട്ടാൻ സമയമെടുത്തു. പിന്നെ വണ്ടി പുതിയതായി എടുക്കാൻ പോകുന്ന ആൾക്കാരോടൊന്ന് പറയാനുള്ളത്, വണ്ടി ബുക്ക് ചെയ്തിട്ട് മാക്സിമം തന്നെ പെട്ടെന്ന് തന്നെ വണ്ടി മേടിക്കുക. നമ്പറാവാൻ കാത്തു നിൽക്കണ്ട. ടെമ്പററി നമ്പറിൽ തന്നെ വണ്ടി മേടിച്ചിട്ട് വണ്ടി വർക്കിന് വേണ്ടി കയറ്റിക്കോ. കാരണം വണ്ടി നമ്പർ രജിസ്ട്രേഷൻ കിട്ടാൻ ഏകദേശം ഒരു 3 ദിവസത്തോളം നോർമൽ നമ്പറിന് ടൈം വരുന്നുണ്ട്. ഫാൻസി നമ്പറാകുമ്പോൾ ഏകദേശം ഒരാഴ്ചയുടെ മുകളിൽ ടൈം പോവും. അപ്പോൾ ടെമ്പററി നമ്പറിൽ വണ്ടി എടുത്തിട്ട് വണ്ടി ബോഡി വർക്കിന് കയറ്റുമ്പോൾ കുഴപ്പമില്ല, വണ്ടി ഓടണ്ടില്ലല്ലോ, വർക്ക്ഷോപ്പിലല്ലേ കിടക്കണം. പിന്നെ നമ്പർ ആകുമ്പോൾ ഇതിനും വണ്ടിയുടെ വർക്കും കഴിയും. അപ്പോൾ നമുക്ക് അത്രയും ടൈം വേസ്റ്റ് ആവണില്ല. ഇനി പറയാനുള്ളത് വണ്ടിയുടെ ബോഡി വർക്കിൻ്റെ റേറ്റിനെ പറ്റിയിട്ടാണ്. നിങ്ങളിപ്പോൾ കണ്ട ഈ വണ്ടിയുടെ ബോഡി ഇങ്ങനെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 50,000-നും 55,000-നും ഇടയ്ക്കാണ് റേറ്റ് വന്നത്. ഇൻക്ലൂഡിങ് പെയിൻറ്റിങ് ആണ് കേട്ടോ. പെയിൻറ്റിങ് ഉൾപ്പെടെയാണ് 50-നും 55-നും ഉള്ളിലാണ് ഇതിൻ്റെ റേറ്റ് വന്നത്. പിന്നെ ഒരു 8 ദിവസത്തോളം ടൈം കൊടുത്തു. ഇത് ദിവസം വ്യത്യാസം വരാം, വണ്ടിയുടെ വർക്ക് അനുസരിച്ചും അവരുടെ തിരക്കൊക്കെ അനുസരിച്ചാണ് നമുക്ക് വണ്ടി കിട്ടുക. അവരുടെ നമ്പർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ കമൻറ്റിൽ റിപ്ലൈ തരാം. പിന്നെ വണ്ടിക്ക് ഇനിയും ചെറിയ വർക്കുകളും ചെയ്യാറുണ്ട്. വർക്ക് എന്ന് പറയുമ്പോൾ സൺലൈറ്റ് മുഖത്തേക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂളിംഗ് ഒട്ടിക്കണം. അതുപോലെ തന്നെ കാരിയറിൻ്റെ മുകളിൽ പേര് എഴുതാണ്ട്. പിന്നെ വണ്ടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ സ്റ്റിക്കർ വർക്കൊക്കെയാണ്. പിന്നെ മാറ്റ്, സ്റ്റിയറിംഗ് കവർ, റെയിൻ ഗാർഡ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ. അപ്പോൾ അത്ര തന്നെ വീഡിയോ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരും. ഓക്കെ, അപ്പോൾ ശരി കേട്ടോ.